നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. +1 ഈ വട്ടം മുതൽ +1 പരീക്ഷ എഴുതി കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ ഈ വട്ടം മുതൽ ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. കഴിഞ്ഞ വർഷം അതിൻ്റെ സർക്കുലർ വന്നതാണ്. ഈ വട്ടം അത് അവർ ഉറപ്പായി കഴിഞ്ഞു. ഇനി എന്തെങ്കിലും വ്യത്യാസം ഒരു 10% അല്ലെങ്കിൽ 1% ചാൻസ് എന്ന് പറയുന്നത് എന്തെങ്കിലും രീതിയിൽ ഒരുപാട് പരാതികളോ കംപ്ലയിൻസോ ഒക്കെ വരുവാണെങ്കിൽ മാത്രമേ ഉള്ളൂ. എന്നാലും 90% ഉറപ്പിക്കാം ഈ വട്ടം ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട്. പക്ഷേ അത് മാർച്ചിലാണ്. പക്ഷേ യാതൊരു പ്രയോജനമില്ല. കാരണം +2ൻ്റെ കൂട്ടത്തിൽ +1 ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. 10-15 കൊല്ലമായിട്ട് കൃത്യമായിട്ട് 3 വിഷയങ്ങളൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്ന രീതിയായിരുന്നു. പക്ഷേ പല പല മാറ്റങ്ങൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വരുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. ഉറപ്പായിട്ടും ഇമ്പ്രൂവ്മെൻറ്റ് ഇപ്പോൾ ഇല്ല. എന്തായാലും നിലവിൽ ഇമ്പ്രൂവ്മെൻറ്റ് മാർച്ചിൽ ഉള്ളതാണോ നല്ലത്, അതോ ഈ സെപ്റ്റംബർ ഒക്ടോബറിൽ നടത്തി 3 വിഷയം നല്ലപോലെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നതാണോ നല്ലത്? നിങ്ങൾക്ക് കമൻസ് ഇടാം. കാരണം ഇങ്ങനെയുള്ള വീഡിയോയുടെ കമൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കാണുമ്പം അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യാൻ നോക്കുക മാക്സിമം +1കാർ. കാരണം നിങ്ങൾക്ക് ഒരു വിഷയം 3 വിഷയം 2 വിഷയം 1 വിഷയമൊക്കെ അല്ലെങ്കിൽ ചിലപ്പോൾ 4 വിഷയം ഉള്ളവർ പോലും 3 വിഷയം എന്തായാലും ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയത്. അത് 2-3 മാസത്തിൽ നല്ല പഠിച്ച് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് വലിയ കാര്യമായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ. പക്ഷേ അത് മാർച്ചിലോട്ട് നിങ്ങളുടെ ഒരു ഇരുട്ടടി തന്നെയാണ് +1 കുട്ടികൾക്ക്. അന്നേരം മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമൻസ് ഇടുക. ഇമ്പ്രൂവ്മെൻറ്റ് വേണോ ഇല്ലയോ എന്ന് കമൻസ് ഇടുക. അന്നേരം നമ്മുടെ ഒരു പോസിറ്റീവ് വൈബ് നമുക്ക് വേണം എന്നുള്ളതൊക്കെ അറിയുവാണെങ്കിൽ ഒരു പക്ഷേ എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം 100% മാറ്റത്തിൽ 10% നമുക്ക് പ്രതീക്ഷ അർപ്പിക്കാം അല്ലേ? നമുക്ക് പ്രതീക്ഷ അർപ്പിച്ച് മുന്നോട്ട് പോകാം. പക്ഷേ +2 വളരെ കാര്യമായി പഠിക്കുക. സിമ്പിളായിട്ട് എടുക്കരുത്, വളരെ കാര്യമായിട്ട് പഠിക്കുക. പ്രാക്ടിക്കൽസ് എല്ലാം ഉണ്ട്. അന്നേരം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നെവർ എവർ ഗിവ് അപ്പ്.